നമസ്കാരം. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള പോരാട്ടം ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ്. കാരണം IPLന്റെ ഈ സീസണിലെ മുഴുവൻ മത്സരങ്ങൾ വിലയിരുത്തിയാവില്ല ടൂർണമെന്റിനെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കുന്നത്. ഈ മാസം അവസാനം വരെയുള്ള പ്രകടനം മാത്രമേ ലോകകപ്പ് സെലക്ഷനെ പരിഗണിക്കുകയുള്ളൂ. മെയ് 1 ലോകകപ്പ് സംഘത്തെ ഇന്ത്യ പ്രഖ്യാപിക്കുമെന്നാണ് കിട്ടുന്ന വിവരം. നിലവിൽ ഋഷഭ് പന്താണ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന താരമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനിടെ ഋഷഭ് അല്ല ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കാക്കേണ്ടത് മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ ആവണമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ താരവും ഇപ്പോൾ കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജരേക്കർ. ലോകകപ്പ് ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പോസ്റ്റുമായി സംസാരിക്കുകയാണ് അദ്ദേഹം സഞ്ജുവിനെ പിന്തുണച്ചിരിക്കുന്നത്. ഒരു ബാറ്റർ എന്ന നിലയിൽ സഞ്ജു സാംസൺ ഏറെ മാറിക്കഴിഞ്ഞുവെന്നാണ് മഞ്ജരേക്കറുടെ നിരീക്ഷണം. സഞ്ജു ഇപ്പോൾ പഴയ സഞ്ജു അല്ല. ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ പക്വത നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ബാറ്റിംഗിൽ കൂടുതൽ സ്ഥിരതയും പുലർത്തുന്നുണ്ട്. ലോകകപ്പിനുള്ള ഇന്ത്യയുടെ T20 ടീമിൽ മികച്ച ഫോമിലുള്ള സഞ്ജുവിനെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലെന്നും മഞ്ജരേക്കർ വിശദമാക്കി. ഈ IPLൽ ഏറ്റവും അധികം റൺസ് നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരെ എടുത്താൽ അവിടെ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് സഞ്ജു. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം തലപ്പത്തായിരുന്നു. എന്നാൽ സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്ത് ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ KL രാഹുൽ ഇപ്പോൾ മുന്നിൽ കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള പോരാട്ടത്തിൽ നേടിയ അഗ്രസീവ് 50 ആണ് രാഹുലിനെ മുന്നിലെത്തിച്ചത്. ലക്നൗ അനായാസം വിജയിച്ച മത്സരത്തിൽ 53 ബോളിൽ 82 റൺസോടെ അദ്ദേഹം കത്തിക്കയറിയിരുന്നു. 9 4ഉം 3 6ഉം അടക്കിയതായിരുന്നു ഇന്നിംഗ്സ്. 7 മത്സരങ്ങളിൽ നിന്ന് 40.85 ശരാശരി 286 റൺസാണ് ഇപ്പോൾ KL രാഹുലിന്റെ സമ്പാദ്യം. 2 50+ സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും. 143 സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് നേടിയിരിക്കുന്നത്. അധികം പിറകിലല്ല സഞ്ജു ഉള്ളത്. രാഹുലുമായി വെറും 10 റൺസിന്റെ വ്യത്യാസം മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിനുള്ളൂ. 7 മത്സരങ്ങളിൽ നിന്നും 276 റൺസാണ് സഞ്ജുവിന്റെ അക്കൗണ്ടിലുള്ളത്. ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും എല്ലാം അദ്ദേഹം KL രാഹുലിനേക്കാൾ ഏറെ മുകളിലാണ്. 55.20 ശരാശരിയും 185.05 സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. കൂടാതെ 3 50+ സ്കോറുകളും അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട്. രാഹുൽ, സഞ്ജു എന്നിവർ കഴിഞ്ഞാൽ കൂടുതൽ റൺസുള്ള 3ാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തികാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഫിനിഷറുടെ റോളിൽ മിന്നിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. 7 മത്സരങ്ങളിൽ നിന്ന് 2 50 ഉൾപ്പെടെ 75.33 ശരാശരി 205.45 സ്ട്രൈക്ക് റേറ്റിൽ DK 226 റൺസാണ് നേടിയിട്ടുള്ളത്. 4ാം സ്ഥാനം ഋഷഭിനാണുള്ളത്. ഡൽഹി ക്യാപിറ്റൽസ് നായകൻ കൂടിയായ അദ്ദേഹം 7 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 210 റൺസാണ്. ശരാശരി 35ഉം സ്ട്രൈക്ക് റേറ്റ് 186.71മാണ്. 2 50കളാണ് ഋഷഭ് ഇതിനകം നേടിയിട്ടുള്ളത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.